എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 10 ശ്ലോകം 12, 13, 14, 15, 16 5 ശ്ലോകങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. രാമായണ കഥ പരീക്ഷിത് മഹാരാജാവിനോട് സംഗ്രഹിച്ചു പറഞ്ഞു കൊടുക്കുന്നു ശ്രീ ശുകബ്രഹ്മർഷി. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഗംഗണപദയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 12. ദഗ്ധ്വാത്മകൃത്യ ഹതകൃത്യമഹൻ കബന്ധം സഖ്യം വിധായ കവിഭിർദൈതാഗതിം തൈ ബുദ്ധ്വാധ ബാലിനിഹതേ പ്ലവകേന്ദ്ര സൈന്യൈ വേലാമകാൽ സമനുജോജ ഭവാർച്ചിതാംഘ്രി. ആത്മകൃത്യ ഹതകൃത്യം, തന്റെ കൃത്യത്തിലേർപ്പെട്ടതിനാൽ ഹനിക്കപ്പെട്ട കൃത്യത്തോടുകൂടിയവനെ ദഗ്ധ്വാ ദഹിപ്പിച്ചിട്ട് കബന്ധം കബന്ധനെ അഹൻ ഹനിച്ചു. കവിഭി കവികളോടുകൂടി സഖ്യം വിധായ സഖ്യം ചെയ്തിട്ട് തൈ അവർ മുഖാന്തരം ദൈതാഗത്യം ഭാര്യാവൃത്താന്തത്തെ ബുദ്ധ്വാ അറിഞ്ഞിട്ട് ബാലിനി ഹതേ ബാലി ഹനിക്കപ്പെട്ടിരിക്കുമ്പോൾ പ്ലവകേന്ദ്ര സൈന്യേഹി വാനരാധിപന്റെ സൈന്യങ്ങളോടുകൂടി അജഭവാർച്ചിതാംഘ്രി ബ്രഹ്മാവിനാലും ശിവനാലും പൂജിക്കപ്പെട്ട പാദങ്ങളോടുകൂടിയ മനുജാസ മനുഷ്യനായ അദ്ദേഹം വേലാം തീരത്തെ അഗാധ പ്രാപിച്ചു. രാവണൻ അപഹരിച്ചുകൊണ്ട് പോകുന്ന സീതയെ ആ രാവണിൽ നിന്ന് മോചിപ്പിക്കണം എന്നുള്ള ആ പ്രയോജനം സാധിക്കാൻ വേണ്ടിയിട്ട് രാവണനോട് യുദ്ധം ചെയ്തുല്ലോ ജടായു. ആ ജടായുവിന്റെ പരാക്രമത്തെ രാവണൻ നശിപ്പിച്ചു. ജടായുവിനെ എന്താ ചെയ്തത്? രാവണൻ ആ ചിറക് വെട്ടി. അങ്ങനെ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ജടായു ആ ജീവനോടുകൂടി ജീവൻ ധരിച്ചു കിടക്കുകയായിരുന്നു. അങ്ങനെ ശ്രീരാമൻ സീതാദേവി അന്വേഷിച്ചു പോകുന്ന സമയത്ത് അങ്ങനെ കണ്ടു. ജടായുവിനെ സന്ദർശിച്ചു. ജടായു എല്ലാ വിവരങ്ങളും ശ്രീരാമചന്ദ്രനെ അറിയിച്ചു. ഭഗവാനോട് പറയാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ജടായു ദേഹം ത്യജിച്ചു. അങ്ങനെ ബന്ധുവായ ജടായുവിനെ ശ്രീരാമചന്ദ്രൻ ദഹിപ്പിച്ചു. ആ സംസ്കാര കർമ്മങ്ങളൊക്കെ നടത്തിയത് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും കൂടിയിട്ടാണ്. പിന്നെ തന്നെ ഭക്ഷിക്കാനായി ശ്രമിച്ച കബന്ധൻ എങ്ങനെ വന്നൂല്ലോ ഭഗവാന്. ആ കബന്ധനെ വധിച്ചു. അതിൽ പിന്നെ വാനരന്മാരോടുകൂടി സഖ്യം ചെയ്ത് ബാലിയെ ഹനിച്ചു. വാനരന്മാര് സീതയുടെ വൃത്താന്തം അറിഞ്ഞുവെന്ന് രാമനോട് അറിയിച്ചു. രാവണനെ വധിക്കാനായിട്ട് വാനരാധിപനായ സുഗ്രീവനോടും സൈന്യങ്ങളോടും കൂടി സമുദ്രതീരം പ്രാപിച്ചു. പരമാർത്ഥത്തിലെ ബ്രഹ്മാവ് ശിവൻ മുതലായ ദേവശ്രേഷ്ഠന്മാരാൽ പൂജിക്കപ്പെടുന്ന പാദപത്മങ്ങളോടുകൂടിയവനാണെങ്കിലും മനുഷ്യനായിട്ട് അവതരിച്ചിരിക്കൊണ്ട് കാര്യസാധ്യത്തിനു വേണ്ടി മനുഷ്യ സമ്പ്രദായത്തെ അഭിനയിച്ചു ശ്രീരാമചന്ദ്രൻ. യത്രോഷ വിഭ്രമ വിവൃത്ത കടാക്ഷപാദ സംഭ്രാന്ത നക്രമകരോ ഭയകീർണഘോഷ സിന്ധു ശിരസ്യർഹണം പരിഗൃഹ്യ രൂപീ പാദാരവിന്ദം വഗമ്യ ബഭാഷയേതൽ. യദ്രോഷ വിഭ്രമ വിവൃത്ത കടാക്ഷപാദ സംഭ്രാന്ത നക്രമകര. യാതൊരുവിന്റെ കോപലീലയാൽ ചുഴറ്റപ്പെട്ട കടാക്ഷത്തിന്റെ പാദം നിമിത്തം സംഭ്രമിച്ചിരിക്കുന്ന നക്രങ്ങളോടും മകരങ്ങളോടും കൂടിയും ഭയകീർണഘോഷ ഭയത്താൽ സ്തംഭിപ്പിക്കപ്പെട്ട ശബ്ദത്തോടുകൂടിയും ഇരിക്കുന്ന സിന്ധു സമുദ്രം രൂപി സ്വരൂപത്തോടുകൂടിയവനായി ശിരസിൽ അർഹണം പരിഗ്രഹ്യ കാഴ്ചദ്രവ്യത്തെ വഹിച്ച് പദാരവിന്ദം താമരപ്പൂ പോലെ ഇരിക്കുന്ന പാദത്തെ ഉപഗമ്യ പ്രാപിച്ചിട്ട് ഏതത് ഇതിനെ ബഭാഷെ പറഞ്ഞു. ആ വരുണനോട് പറഞ്ഞു, സമുദ്രതീരത്തിൽ വെച്ചിട്ട് അല്ലെ മാറി തരണം, എനിക്ക് ലങ്കയിലേക്ക് കടക്കണം. വരുണൻ അത് കേട്ടതായിട്ടേ ഭാവിച്ചില്ല. അപ്പോ സമുദ്രതീരത്തിലെ 3 രാത്രി ഉപവാസത്തോടു കൂടി ഇരുന്നിട്ടും വഴിവിട്ടു കൊടുക്കാത്തത് കൊണ്ട് ഭഗവാൻ അങ്ങനെ കോപിച്ച് ആ നേത്രങ്ങളെ കണ്ട് ചുഴറ്റി സമുദ്രത്തിന്റെ നേരെ ഒരു നോട്ടം അങ്ങോട്ട് നോക്കിയുള്ളൂ.
അപ്പോഴേക്കും തന്നെ ഇതാ ആ സമുദ്രത്തിന്റെ അന്തർഭാഗത്തുള്ള മുതലകള്, മകരമത്സ്യങ്ങള് മുതലായ അവരെല്ലാവരും ഇങ്ങനെ ഭയപ്പെട്ടു. സമുദ്രത്തിലുള്ള എല്ലാ പ്രാണിവർഗങ്ങളും. സമുദ്രം തന്നെ ഭയപ്പെട്ടതുകൊണ്ട് അലകള് നിമിത്തമുണ്ടായ ഗംഭീര ശബ്ദത്തെ അടക്കി സ്വരൂപം ധരിച്ചങ്ങോട്ട് വന്നു വരുണൻ. അതാണ് സ്വരൂപം ധരിച്ച് കാഴ്ചദ്രവ്യം ശിരസിൽ വഹിച്ചുകൊണ്ട് യാതൊരുവന്റെ പാദാരവിന്ദത്തെ പ്രാപിച്ച് താഴെ പറയും വിധം ഉണർത്തിച്ചുവോ ആ ശ്രീരാമചന്ദ്രന് നമസ്കാരം. എന്നിട്ട് വരുണൻ ഭഗവാനോട് പറയാണ്, നത്വാം വയം ജഡധിയോ നുവിതാമ ഭൂമൻ കൂടസ്ഥമാദിപുരുഷം ജഗതാമധീശം യൽ സത്വത സുരഗണാരജസ പ്രജേശ മന്യോശ്ച ഭൂതപദയ സ ഭവാൻ ഗുണേശ. ഭൂമൻ സർവവ്യാപിയായുള്ളവന്, ജഗതാമധീശം ലോകങ്ങളുടെ സർവേശ്വരനും, ആദിപുരുഷം ആദികാരണമൂർത്തിയും, കൂടസ്ഥം നിർവികാരിയുമായ ത്വാം അങ്ങയെ, ജഡധിയ മോഹിതബുദ്ധികളായ വയം ഞങ്ങൾ, ന വിധാമ അറിയുന്നില്ല, യത് യാതൊരുവന്റെ സത്വത സത്വഗുണത്തിൽ നിന്ന്, സുരഗണാഹ ദേവസമൂഹങ്ങളും, രജസ രജോഗുണത്തിൽ നിന്ന്, പ്രജേശ പ്രജാപതികളും, മന്യോ തമോ ഗുണത്തിൽ നിന്ന്, ഭൂതപതയ ഭൂതപതികളും അഭവൻ ഉണ്ടായി. സ ഭഗവാൻ ആ നിന്തിരുവടി ഗുണേശ ഗുണങ്ങളുടെ നിയന്താവാകുന്നു. പിന്നെതാ വരുണൻ സ്തുതിക്കുകയാണ് ഭഗവാന്. ഹേ സർവത്ര പരിപൂർണനായിരിക്കുന്നു ഭഗവൻ, അങ്ങയുടെ മായാശക്തിയാൽ മോഹിപ്പിക്കപ്പെട്ട ബുദ്ധിവർത്തികളോടുകൂടിയ ഞങ്ങൾ അങ്ങയെ ഇതുവരെയും അറിഞ്ഞിട്ടില്ല. അങ്ങയെ മനസ്സിലാക്കാനാണ് ഞങ്ങൾക്ക് സാധിച്ചില്ല. ലോകങ്ങളെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്ന സർവേശ്വരനും ലോകങ്ങളുടെ ആദികാരണ പുരുഷനുമായിരിക്കുന്നത് നിന്തിരുവടിയാണെന്നും അപ്രകാരം ഇരുന്നാലും നിർവികാരനാണെന്നും ഞങ്ങൾ ഇപ്പോ അറിയുന്നു. അങ്ങയുടെ അധീനത്തിലിരിക്കുന്ന സത്വഗുണത്തിൽ നിന്ന് ദേവസമൂഹങ്ങളും, രജോ ഗുണത്തിൽ നിന്ന് പ്രജാപതികളും, തമോ ഗുണത്തിൽ നിന്ന് രുദ്രൻ മുതലായ ഭൂതപതികളും ഉണ്ടായിരിക്കുന്നു. നിന്തിരുവടിയാകട്ടെ 3 ഗുണങ്ങളുടെയും നിയന്താവായിരിക്കയാൽ നിർവികാരനുമായിരിക്കുന്നു. കാമം പ്രയാഹി ജഹി വിശ്രവസോപമേഹം ത്രൈലോക്യരാവണമവാപ്നുഹി വീര പത്നിം ബധ്നീഹി സേതുമിക തേ യശസോ വിതത്യൈ ഗായന്തി ദിഗ്വിജയനോ യംപേത്യ ഭൂപാഹ. കാമം പ്രയാഹി യഥേച്ഛം പ്രയാണം ചെയ്താലും, വിശ്രവസിന്റെ അവമേഹം പുരുഷത്തിന് തുല്യനും, ത്രൈലോക്യ രാവണം 3 ലോകങ്ങളെ കരയിക്കുന്നവനുമായവനെ ജഹി ഹനിച്ചാലും, വീര ഹേ പരാക്രമശാലിയായുള്ളവനെ, പത്നിയും ഭാര്യയെ, അവാപ്നുഹി പ്രാപിച്ചാലും, ഇഹ ഇവിടെ, തേ അങ്ങയുടെ യശസ്സിന്റെ വിദത്യൈ വ്യാപൃതിക്കായിക്കൊണ്ട്, സേതും ബധ്നേഹി സേതുവിനെ ബന്ധിച്ചാലും, യം ഉപേത്യ യാതൊന്നിനെ പ്രാപിച്ചിട്ട്, ദിഗ്വിജയന ഭൂപാഹ ദിക്കുകളെ ജയിക്കുന്ന രാജാക്കന്മാർ ഗായന്തി ഗാനം ചെയ്യും. എന്നിട്ട് പിന്നെതാ വരുണം പറയണു, ഹേ വീര, ഈ ജലത്തെ അതിക്രമിച്ചു തന്നെ യഥേച്ഛം സഞ്ചരിച്ചോളും. ആ വിശ്രവസിന്റെ പുത്രനായ ആ രാവണൻ 3 ലോകങ്ങളെയും നിരന്തരം ഉപദ്രവിക്കുന്ന ആ രാവണനെ വധിച്ചാലും, പുരീഷം ശ്വാക്കൾക്ക് ഭക്ഷണമായി വരുന്നത് പോലെ അങ്ങയുടെ ബാണത്താൽ ഹനിക്കപ്പെട്ട രാവണന്റെ ശരീരം ശ്വാക്കൾക്ക് ഭക്ഷണമായി ഭവിക്കട്ടെ. അങ്ങ് വേഗം പോയിട്ട് ആ ധർമ്മപത്നിയെ സീതാദേവിയെ പ്രാപിച്ചാലും. എന്റെ ജലം, വരുണം പറയണു, എന്റെ ജലം അങ്ങയുടെ ഗതിക്ക് വിഘ്നമല്ല ഒരിക്കലും. എന്നാലും അങ്ങയുടെ കീർത്തിമാല എന്ന പോലെ ഇവിടെ സേതുബന്ധം ചെയ്താലും, ദിഗ്വിജയത്തിനായി വരുന്ന രാജാക്കന്മാർ ഇവിടെ വന്നിട്ട് ദുഷ്കരമായിരിക്കുന്ന ഈ സേതുബന്ധം കാണുമ്പോൾ അങ്ങയുടെ പരാക്രമത്തെക്കുറിച്ച് ഗാനം ചെയ്യാതിരിക്കില്ല എന്ന് പറയുന്നു. ഗായന്തി ദിഗ്വിജയനോ യം ഉപേത്യ ഭൂപാഹ. ബദ്ധോ ദധോ രഘുപതിർവിവിധാദ്രികൂടൈ സേതും കപീന്ദ്രകരകം വിദഭൂരുകാംഗൈ സുഗ്രീവ നീലഹനുമൽ പ്രമുഖൈരനീകൈ ലങ്കാം വിഭീഷണദൃശാ വിശദഗ്രദഗ്ധാം. കപീന്ദ്രകരകംവിതഭൂരുഹാംഗൈ വാനരവീരന്മാരുടെ കൈകളാൽ ചലിപ്പിക്കപ്പെട്ട വൃക്ഷശാഖകളോടുകൂടിയ വിവിധ അദ്രികൂടൈഹി ബഹുവിധ പർവ്വത ശിഖരങ്ങളെ കൊണ്ട് ഉദധൗ ഉദധിയിൽ
സേതും ബദ്ധ്വാ സേതുവിനെ ബന്ധിച്ചിട്ട് വിഭീഷണ ദൃശ വിഭീഷണൻ കാട്ടിക്കൊടുത്ത മാർഗത്തിൽ കൂടി സുഗ്രീവ നീല ഹനുമൽ പ്രമുഖൈഹി സുഗ്രീവൻ നീലൻ ഹനുമാൻ മുതലായ മുഖ്യന്മാരോടുകൂടിയ അനീകൈഹി സൈന്യങ്ങളോടുകൂടി അഗ്രദഗ്ധാം ലങ്കാം മുമ്പ് ദഹിപ്പിക്കപ്പെട്ട ലങ്കയെ രഘുപതി ശ്രീരാമൻ ആവിശൽ പ്രവേശിച്ചു. ആ സമുദ്രരാജൻ പറഞ്ഞതിനെ അഭിനന്ദിച്ച് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് വിവരിക്കുകയാണ്. പിന്നെ അനേകം വൃക്ഷങ്ങളോടുകൂടിയ പർവ്വത ശിഖരങ്ങളെ വാനരവീരന്മാര് കായകൾ കൊണ്ട് അങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നു. എന്നിട്ട് സമുദ്രത്തിലിട്ട് സഞ്ചരിക്കാൻ മതിയായ ആ സേതുബന്ധം ചെയ്തു. ലങ്കയ്ക്ക് ഉള്ള മാർഗത്തെ വിഭീഷണൻ കാട്ടിക്കൊടുത്തു. സുഗ്രീവൻ, നീലൻ, ഹനുമാൻ മുതലായ പ്രധാനികളടങ്ങിയ വാനര സൈന്യങ്ങളോടുകൂടി ശ്രീരാഘവൻ സീതാന്വേഷണ സമയത്തില് ഹനുമാനാൽ ദഹിപ്പിക്കപ്പെട്ട ആ ലങ്കാപുരിയിൽ പ്രവേശിച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.